കാർത്തികപ്പള്ളി താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് രാമപുരം ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകളെന്ന് മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ 22 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും കാലങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്ന 4 പേർക്ക് കരമടവ് രസീതുകളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു. കരുതലും കൈത്താങ്ങും കാർത്തികപ്പള്ളി താലൂക്ക് അദാലത്ത് രാമപുരം ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയമത്തിനും ചട്ടത്തിനും അകത്തു നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകളിലൂടെ സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നാളുകളിലും നമ്മുടെ ഓഫീസുകളിലേക്ക് എത്തുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിയമപരമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരോടും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അദാലത്ത് ഒരു പാഠശാലയാണ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യണം എന്ന് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തും ഈ കാര്യങ്ങൾ. അദാലത്തിലെ ഈ രീതി തുടർന്ന് നമ്മുടെ ഓഫീസുകളിൽ കൃത്യതയോടുകൂടി എന്നവണ്ണം പാലിക്കാൻ ബന്ധപ്പെട്ട ആളുകളെല്ലാം തയ്യാറാവണം. ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, സഹായിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കടമയും എന്നത് ജീവനക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി അടക്കമുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ്. സർക്കാരിൻ്റെ നയം അത് തന്നെയാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മന്ത്രിയും ഉദ്യോഗസ്ഥരുമെല്ലാം ബാധ്യസ്ഥരാണ്. അദാലത്തുകളിൽ പരാതിക്കാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ കഴിയും. സാധാരണ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് ഇടം ഉണ്ടാകില്ല. അദാലത്തുകളിൽ ഈ സൗകര്യമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദാലത്തുകൾ ഉദ്യോഗസ്ഥർക്ക് പാഠശാലകളാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യ വർഷം അദാലത്ത് നടത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. എന്നാൽ പിന്നീട് അദാലത്തിനായി ജനങ്ങളിൽ നിന്നും ആവശ്യമുയരുകയായിരുന്നു. തുടർന്നാണ് വീണ്ടും അദാലത്തുകൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നതല്ല, സഹായിക്കുക എന്നതാണ് സർക്കാർ നയമെന്നും കൃഷിമന്ത്രി പറഞ്ഞു. ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. പരിശോധിച്ച് പരിഹാരം കണ്ടാൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട ഒരു കാലയളവും ഒരു ഗവൺമെന്റുമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടുക്കി പുല്ലൂരാമ്പാറയിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അദാലത്ത് ആരംഭിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ 22 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും കാലങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്ന 4 പേർക്ക് കരമടവ് രസീതുകളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു. MLA-മാരായ അഡ്വക്കേറ്റ് യു പ്രതിഭ, തോമസ് കെ തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ S പവനനാഥൻ, L ഉഷ, ഗ്രാമപഞ്ചായത്ത് വാർഡംഗം S സുരേഷ് ബാബു, ADM ആശാ C എബ്രഹാം, LA ഡെപ്യൂട്ടി കളക്ടർ R സുധീഷ്, ചെങ്ങന്നൂർ RDO J മോബി, തഹസിൽദാർ PA സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു. അദാലത്ത് ദിവസം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളിലും നിയമവും ചട്ടങ്ങളും പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രത്യേക അധികാരം മന്ത്രിമാർക്ക് സർക്കാർ നൽകിയിരുന്നു. പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ അദാലത്ത് വേദിയിൽ കൗണ്ടറുകൾ സജ്ജമാക്കിയിരുന്നു. അദാലത്തിന് എത്തിയവർക്ക് അന്വേഷണ കൗണ്ടറുകൾ, കുടിവെള്ളം, ലഘുഭക്ഷണം, വൈദ്യസേവനം തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഹരിതചട്ടം പാലിച്ചാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. CDNet ന്യൂസ്, കായംകുളം.